കുണ്ടാഴി പാടശേഖരത്തിൽ പന്നിപ്പടക്കം പൊട്ടി പശുക്കിടാവിന്റെ മുഖത്തിന് ഗുരുതര പരിക്കേറ്റു. പാടത്ത് മേയാൻ വിട്ട പശുക്കിടാവ് പന്നിപ്പടക്കത്തിൽ കടിക്കുകയായിരുന്നു. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം തടയുവാൻ പട്ടാണിക്കാട് മുതൽ ചേപ്പിലക്കോട് വരെയുള്ള ഭാഗത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടിക്ക് തുടക്കമായി. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 5 കിലോമീറ്റർ ദൂരം സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ പുനർനിർമ്മാണത്തിൽ വലിയ പിഴവുകളെന്ന് തീരദേശ സംരക്ഷണ സമിതി. 5 കോടി ചെലവാക്കി നടത്തുന്ന പുനർനിർമ്മാണങ്ങൾക്ക് ഗുണനിലവാരമില്ലെന്നും തീരദേശ സംരക്ഷണ സമിതി. സംസ്ഥാനത്ത് റംസാൻ വ്രതത്തിന് തുടക്കമായി. ഇനിയുള്ള 1 മാസം പള്ളികളും വീടുകളും പ്രാർത്ഥനാമുഖരിതം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് തുടക്കമായി. ഈ മാസം 10-ന് ഗുരുവായൂർ ഉത്സവത്തിന് കൊടിയേറും. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കൊണ്ടാഴി പാടശേഖരത്തിൽ പന്നിപ്പടക്കം പൊട്ടി പശുക്കിടാവിന്റെ മുഖത്ത് ഗുരുതര പരിക്കേറ്റു. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് മേയാൻ വിട്ട പശുക്കിടാവ് പന്നിപ്പടക്കത്തിൽ കടിക്കുകയായിരുന്നു. സൗത്ത് കൊണ്ടാഴി ക്ലിനിക്കടവ് സ്വദേശി തോടുകാട്ടിൽ സേതുമാധവന്റെ പശുക്കിടാവിനാണ് ഗുരുതര പരിക്കേറ്റത്. മേഖലയിൽ പന്നിപ്പടക്കം കെണിവെച്ച് കാട്ടുപന്നികളെ പിടിക്കുന്ന സംഘം മേഖലയിൽ സജീവമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പന്നിപ്പടക്കം വെച്ച് കാട്ടുപന്നികളെ വേട്ടയാടുന്ന സംഘത്തെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മിണ്ടാപ്രാണിയായ ഒരു പശുക്കുട്ടിയാണ്. പശുക്കുട്ടി പന്നിപ്പടക്കം പൊട്ടിയുണ്ടായ അപകടത്ത് വലിയ ഗുരുതരമായ പരിക്കായിട്ടിരിക്കുന്നത്. ഇത്തരം ക്രിമിനൽ സംഘത്തെ നിലയ്ക്ക് നിർത്തണം. അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ കൊയ്ത്തു കഴിഞ്ഞ പാടത്തൊക്കെ ഇത്തരം പന്നിപ്പടക്കം വെച്ച് അപകടം ഉണ്ടായിരിക്കും. പശുക്കുട്ടിക്ക് അപകടം ഉണ്ടായിരുന്നു. കുട്ടികളെ കളിക്ക് പാടത്തേക്ക് ഇറങ്ങി കുട്ടികളുടെ പ്രായതാണ്. അപ്പോൾ ഇത്തരം പാടത്തേക്ക് ഇറങ്ങി കുട്ടികൾക്ക് അപകടം സംഭവിച്ചതെങ്കിൽ മരണം വരെ സംഭവിക്കും. അതൊരു വലിയ ഭീതിജനകമായൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരം പ്രതികളെ ക്രിമിനൽ സംഘങ്ങളെ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ സംവിധാനം സ്വീകരിക്കേണ്ടതാണ്. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം തടയുവാൻ പട്ടാണിക്കാട് മുതൽ ചേപ്പിലക്കോട് വരെയുള്ള ഭാഗത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടിക്ക് തുടക്കമായി. MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അകമല പട്ടാണിക്കാട് ഭാഗത്താണ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികൾക്ക് തുടക്കം കുറിച്ചത്. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 5 കിലോമീറ്റർ ദൂരം സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. കാട്ടിലെ ഗേറ്റ് ഭാഗത്തു നിന്നും ആരംഭിച്ച് ചേപ്പലക്കോട് വരെയുള്ള ഭാഗത്ത് അടിയന്തരമായി ആനകൾ ഇറങ്ങുന്ന പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി പ്രത്യേക ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് MLA മാധ്യമങ്ങളോട് പറഞ്ഞു. RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആനകൾ ഇറങ്ങുന്ന കാക്കിനിക്കാട് ഉന്നതിയിൽ പ്രവർത്തനരഹിതമായ സോളാർ ഫെൻസിംഗിന്റെ റിപ്പയറും കൂടി അടിയന്തരമായി നിർവഹിക്കുമെന്നും കുറ്റിക്കാട് മുതൽ മേലിലം വരെയുള്ള 10 കിലോമീറ്റർ ഭാഗത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് 34 ലക്ഷം രൂപ പ്രത്യേകമായി RKVY പദ്ധതിയിൽ നിന്ന് അനുവദിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. സോളാർ ഫെൻസിംഗ് ഇടുന്ന നടപടികൾ തുടക്കം കുറിക്കുകയാണ്. 18 ലക്ഷം രൂപയാണ് ഈ സോളാർ ഫെൻസിങ്ങിന് വേണ്ടി ഇപ്പോൾ എസ്റ്റിമേറ്റും അതിന്റെ ഭാഗമായി ടെൻഡർ ചെയ്ത് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ആന ഇറങ്ങുന്നത് തടസ്സപ്പെടുത്താൻ ഹാങ്ങിങ് ഫെൻസിംഗ് കൂടി വേണം എന്നുള്ള ആവശ്യം നിലനിൽക്കെ തന്നെയാണ് എല്ലാ മൃഗങ്ങളും ക്ഷീടത്തിലേക്ക് ഇറങ്ങുന്നത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഈ പദ്ധതി നാം ഇപ്പോൾ ആരംഭിക്കുന്നത്. അതിവേഗത്തിൽ ഈ പദ്ധതിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ R ആനന്ദ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P വിനോദ്, കൗൺസിലർ KU പ്രദീപ്, പൊതുപ്രവർത്തകനായ MJ ബിനോയ്, കർഷകരായ KP മദനൻ, ബാബു പൂക്കുന്നത്ത്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, വാച്ചർമാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ പുനർനിർമ്മാണത്തിൽ വലിയ പിഴവുകളുണ്ടെന്നും അശാസ്ത്രീയമായാണ് നിർമ്മാണമെന്നും തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. KLDC കനാലിനും പെരിങ്ങാട് പുഴയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ കാലപ്പഴക്കം മൂലം ദ്രവിച്ച് ശോചനീയാവസ്ഥയിലായിരുന്നു. ഇടിയഞ്ചിറ പാലത്തിന്റെ ഷട്ടറുകൾ സ്ഥാപിക്കുന്ന തൂണുകളും കോൺക്രീറ്റ് ഇളകിപ്പോയി ബലക്ഷയം സംഭവിച്ച നിലയിലാണ്. ഇതുമൂലം KLDC കനാലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുവാൻ വർഷങ്ങളായി താൽക്കാലിക ബണ്ട് കെട്ടുകയായിരുന്നു പതിവ്. ഓരോ വർഷവും 20 ലക്ഷത്തിനടുത്താണ് ഇതിന് ചെലവായി വരുന്നത്. താൽക്കാലിക ബണ്ട് നിർമ്മാണം ഒഴിവാക്കാനും പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് തടയാനായിട്ടാണ് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ നവീകരിക്കുവാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ 5 കോടി ചിലവാക്കി നടത്തുന്ന ഈ പുനർനിർമ്മാണങ്ങൾക്ക് വേണ്ടത്ര ഗുണനിലവാരമില്ലെന്ന് തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു. 40 വർഷത്തോളമായി ഈ റെഗുലേറ്റർ നിർമ്മിച്ചിട്ട് പല രീതിയിലുള്ള ക്രാക്കുകളും അതുപോലെ തന്നെ വിള്ളലുകളും ഈ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് വന്നിട്ടുണ്ട്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിന് വേണ്ടി മാത്രം 5.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പണി നടക്കുന്നത്. ഈ പണി വളരെ സേഫ്റ്റിയോടുകൂടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നല്ല ശക്തമായ രീതിയിലോ ഉള്ള നിർമ്മാണ പ്രവർത്തനമല്ല ഇവിടെ നടക്കുന്നത്.
ഈ ഡേഞ്ചർ റെഗുലേറ്ററിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോഴും ക്രാക്ക് വന്ന് പൊട്ടി ചിന്നി നിൽക്കുകയാണ്. ഇതുമ്മലാണ് മറ്റ് ഷട്ടറുകളും മറ്റും പിടിപ്പിക്കുന്നത്. പുതിയൊരു റെഗുലേറ്ററും പുതിയൊരു പാലവും വന്നാൽ മാത്രമാണ് അവിടെ കൂടുതൽ ആളുകൾക്ക് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു നിർമ്മാണ പ്രവൃത്തി തന്നെ ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാലപ്പഴക്കം കൊണ്ട് ഏറെ ദുർബലാവസ്ഥയിലാണ് പാലത്തിന്റെ തൂണുകൾ. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ സ്ഥാപിക്കുന്ന തൂണുകളുടെ ബലക്ഷമത പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഷട്ടറുകൾ സ്ഥാപിക്കാവൂ എന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. കഴിഞ്ഞ ദിവസം താൽക്കാലിക ബണ്ട് പൊട്ടിയതിനാൽ റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. എത്രയും പെട്ടെന്ന് റെഗുലേറ്റർ നവീകരണത്തിനും ഉപ്പുവെള്ള ഭീഷണിക്കും പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് തീരദേശ സംരക്ഷണ സമിതിയും കർഷകരും. TCV ന്യൂസ്, പാവർട്ടി. സംസ്ഥാനത്ത് റംസാൻ വ്രതത്തിന് തുടക്കമായി. ഇനിയുള്ള ഒരു മാസം വ്രതശുദ്ധിയോടെയും പ്രാർത്ഥനയോടെയും നാളുകളാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതാണ് റംസാൻ വ്രതാനുഷ്ഠാനം. പള്ളികളും വീടിന്റെ അകത്തളങ്ങളും ഖുർആൻ പാരായണം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും മുഖരിതമായി. വ്രതദിനങ്ങളിൽ പള്ളികളിൽ നമസ്കാരത്തിന് പുറമെ പ്രഭാഷണങ്ങളും ഉണ്ടാകും. പകൽ മുഴുവൻ ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് പുലരും വരെ പ്രാർത്ഥനകളിൽ മുഴുകും. ക്ഷമ, കർത്തവ്യബോധം, ഐഹിക വികാരങ്ങളിലുള്ള നിയന്ത്രണം ഇവയൊക്കെ റംസാൻ മാസത്തിലെ തപശ്ചര്യകളിൽ പെടുന്നു. ത്വറാവീഹ് എന്നറിയപ്പെടുന്ന ദൈർഘ്യമേറിയ നമസ്കാരം റംസാൻ മാസത്തിലാണ്. ചില നമസ്കാരങ്ങൾ 20 ഘട്ടങ്ങൾ വരെ നീളും. ഓരോ 10നും അതിൻ്റെതായ സവിശേഷതകളുമുണ്ട്. അവസാന 10ലാണ് അസുലഭമായ ലൈലാത്തുൽ ഖദീർ പ്രത്യക്ഷപ്പെടുന്നത്. റംസാനിലെ ആദ്യ 10ലും രണ്ടാം 10ലും അവസാന 10ലും പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാകും. പുണ്യകർമ്മങ്ങളുടെ മാസം കൂടിയായതിനാൽ ദാനധർമ്മങ്ങൾ ചെയ്തും സക്കാത്ത് നൽകിയും സമ്പദ് ശുദ്ധീകരിക്കാനുമുള്ള അവസരം കൂടിയാണിത്. സാഹോദര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും നിമിഷങ്ങൾ സമ്മാനിച്ച് നാടെങ്ങും ഇഫ്താർ സംഗമങ്ങളും നടക്കും. ഉപവാസത്തിന്റെ പകലും പ്രാർത്ഥനയുടെ രാവും കടന്നെത്തുന്ന വിശ്വാസിക്ക് മുന്നിൽ ധന്യതയുടെ പൂക്കാലമാണ് ഒരുങ്ങുക. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് തുടക്കമായി. ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നിർവഹിച്ചു. തുടർന്ന് ഗണപതി പൂജയും മുളയിടലും നടന്നു. മുളയറയിൽ 10 വെള്ളിപ്പാലികയിൽ നവധാന്യം വിതച്ചാണ് മുളയിട്ടത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശുദ്ധികർമ്മങ്ങളും ഹോമവും അഭിഷേകവുമാണ്. 8-ന് തത്വകലശാഭിഷേകം നടക്കും. 9-ന് അതിപ്രധാനമായ 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്യുന്നതോടെ കലശ ചടങ്ങുകൾ പൂർത്തിയാകും. കലശ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദീപാരാധന മുതൽ അത്താഴപൂജ വരെ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഭക്തർ വലിയ ബലിക്കലിന് സമീപം നിന്ന് ദർശനം നടത്തി. ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 10-ന് രാവിലെ ആനയില്ല ശിവേലിയും ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും നടക്കും. ആനയോട്ടത്തിന് ശേഷം രാത്രി കുംഭത്തിലെ പൂയം നാളിൽ തന്ത്രി നമ്പൂതിരിപ്പാട് സ്വർണ്ണധ്വജത്തിൽ കൊടിയേറ്റുന്നതോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കമാകും. 19-ന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. മലയാള സിനിമാ മേഖലയിലെ നവോത്ഥാന പ്രസ്ഥാനമാണ് WCC എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. KA തോമസ് മാസ്റ്റർ അനുസ്മരണവും സ്മാരക പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ മേഖലയിലെ ആൺമേൽക്കോയ്മയ്ക്കെതിരെ ശബ്ദമുയർത്തി വിവേചനങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. വേതനത്തിൽ മാത്രമായിരുന്നില്ല, കഥാപാത്രങ്ങളിലും വിവേചനം പ്രകടമായിരുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തോമസ് മാസ്റ്റർ ഫൗണ്ടേഷൻ പുരസ്കാരം WCCക്ക് വേണ്ടി ജോളി ചുറയത്ത്, ആശ ജോസഫ് എന്നിവർ സ്വീകരിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. എടത്താട്ടിൽ മാധവന് മരണാനന്തര ആദരം നൽകി. PN ഗോപികൃഷ്ണൻ ജൂറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനയും സനാതന ധർമ്മവും എന്ന വിഷയത്തിൽ ഡോക്ടർ TS ശ്യാംകുമാർ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, TK ശക്തിധരൻ, CR പുരുഷോത്തമൻ, PK കിട്ടൻ, ബിന്ദു ബാബു, കൊച്ചു ത്രേസ്യ തോമസ്, ബൈജു മണന്തറ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെ 86ാമത് നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. കനകമല ഇടവകയുടെ പ്രഥമ വികാരിയായിരുന്ന ഫാദർ ആന്റണി ചുറയത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന തൃശൂർ അതിരൂപതയിലെ ചിറ്റിലപ്പള്ളി സെന്റ് റീത്ത പള്ളിയിൽ നിന്ന്
വികാരി ഫാദർ ജോളി ചെറുമേൽ തെളിയിച്ച ദീപശിഖ പ്രയാണത്തിന് മുക്കാട്ടുകര, കൊടകര, വല്ലപ്പാടി എന്നീ ഇടവക ദേവാലയങ്ങളിൽ സ്വീകരണം നൽകി. കനകമല അടിവാരത്തുള്ള സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ എത്തിച്ചേർന്ന് ദീപശിഖ ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഏറ്റുവാങ്ങി ദേവാലയത്തിൽ പ്രദർശിച്ചു. തുടർന്ന് നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ബിഷപ്പ് തിരി തെളിയിച്ചു. തീർത്ഥാടന കേന്ദ്രം ഡോക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരി ഫാദർ റൈസൻ തട്ടിൽ, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയി കളത്തിങ്കൽ, PR ഷാജൻ, ഡി വിധേയത്തിൽ, ദീപശിഖ കൺവീനർ ബിജു കുയിലാടൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ എന്നിവർ നേതൃത്വം നൽകി. കൊടകര കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ചിറ്റിലപ്പള്ളി സെൻട്രീത്ത ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട ദീപശിഖ പ്രയാണത്തിന് കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ സ്വീകരണം നൽകി. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, കൈക്കാരന്മാർ, ഭക്ത സംഘടനാ പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. ഈ തീർത്ഥാടനങ്ങൾ കൊടകരയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമുഖ്യം. അവിടെ ഒരുപാട് ആളുകൾക്കും എല്ലാവിധത്തിലുള്ള തീർത്ഥാടനം ഔപചാരിക. കണ്ണാറയിൽ തേനീച്ച കുത്തേറ്റ് 4 പേർക്ക് പരിക്കേറ്റു. കണ്ണാറ സ്വദേശികളായ തങ്കച്ചൻ, ജോമോൻ, ഐസക്, ബെന്നി വർഗീസ്, റനീഷ് രാജൻ എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. പറമ്പിലേക്ക് പോയ തങ്കച്ചന് തേനീച്ചയുടെ കുത്തേറ്റ വിവരം അറിഞ്ഞ് രക്ഷിക്കാൻ പോയവർക്കുമാണ് കുത്തേറ്റത്. പരിക്കേറ്റ 4 പേരെയും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചന്ദ്രാഭിനി ചാമക്കാലയിൽ വീടിന് തീപിടിച്ചു. ചാമക്കാല ബീച്ച് പാലസിന് സമീപം മലനിലി വീട്ടിൽ ശ്യാംകുമാറിന്റെ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ വീടിനാണ് തീപിടിച്ചത്. വീടിന്റെ അടുക്കള ഭാഗത്തെ ഷീറ്റിനാണ് തീപിടിച്ചത്. ഈ സമയം പുറത്തിറങ്ങിയ വീട്ടുകാർ തീ കത്തുന്നത് കണ്ട് മോട്ടോറടിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കുകയായിരുന്നു. പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന് വീട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ശ്യാംകുമാറിന്റെ ബൈക്കിനും കേടുപാടുകൾ വരുത്തിയിരുന്നു. സംഭവം അറിഞ്ഞ വാർഡ് മെമ്പറും കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. സേലം സ്വദേശിനികളായ കോളഞ്ചി, കുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത്. മലപ്പുറം ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത് പാതയോരത്ത് സൂക്ഷിച്ച വാഹനങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോകത്തിലെ 100-ലേറെ കാറുകളുടെ പേരുകൾ മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് പുന്നൂക്കര സ്വദേശിയായ 4 വയസ്സുകാരൻ. പുന്നൂക്കര കുരുളിവീട്ടിൽ രാഖിലിന്റെയും ഐശ്വര്യയുടെയും മൂത്ത മകനായ രുദ്രാക്ഷ് റെക്സ് രാഖിലാണ് അസാമാന്യ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയെടുത്ത് വിസ്മയിപ്പിച്ചത്. അച്ഛനും മുത്തച്ഛനും ഡ്രൈവർമാരായതുകൊണ്ട് രുദ്രാക്ഷ് അംഗൻവാടിയിൽ പോകുമ്പോൾ തന്നെ കാറുകളോട് പ്രത്യേക ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നു. 2.5 വയസ്സിൽ ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ എല്ലാവരും നമ്മളടുത്ത് ചോദിച്ചു, ഇങ്ങനെ അറിയണവരൊക്കെ ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് റെക്കോർഡിലേക്ക് നിങ്ങൾക്ക് കൊടുത്തൂടെ. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ അതിനെ പറ്റിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടികളുടെ ഇങ്ങനെ എണ്ണം കൂട്ടി വരുന്നുണ്ട്. പിന്നെ ഓരോ വണ്ടികൾ റോഡിൽ കാണുന്നത് അതൊക്കെ ചോദിക്കുമ്പോൾ എണ്ണം കൂടി വരുമ്പോൾ നമുക്ക് തന്നെ തോന്നിയൊന്ന് അപ്ലൈ ചെയ്താലോ. ഏകദേശം 102 കാറുകളുടെ ഇതാണ് അവൻ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒരു തവണ കണ്ട കാറിന്റെ പേർ ചിത്രങ്ങളാക്കി കാണിക്കുമ്പോൾ അതിന്റെ പേര് പറഞ്ഞു തുടങ്ങിയതോടെയാണ് വീട്ടുകാർക്ക് അവനിലെ കഴിവ് മനസ്സിലായത്. പിന്നീട് കളിപ്പാട്ട കാറുകളുടെ വൻ ശേഖരമുള്ള രുദ്രാക്ഷിന് ഒറിജിനൽ കാറുകളുടെ ചിത്രങ്ങൾ നൽകി പ്രോത്സാഹനമേകുകയായിരുന്നു വീട്ടുകാർ. 2 വയസ്സായപ്പോൾ തന്നെ 50ഓളം കാറുകളുടെ പേരുകൾ ഈ കൊച്ചുമിടുക്കൻ പറഞ്ഞു തുടങ്ങി. ചെറുതിലെ വണ്ടികളോട് ഇത്തിരി ക്രേസ് കൂടുതലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വണ്ടികളുടെ ഓരോ ചെറിയ ഫോട്ടോ, വീഡിയോ, പരസ്യമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പേര് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ വണ്ടികൾ അല്ലെങ്കിൽ കസിൻസിൻ്റെ വണ്ടികളൊക്കെ പറയുമ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ അതേ വണ്ടികളുടെ തന്നെ പഴയ മോഡലായാലും പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ പഠിപ്പിച്ച് തുടങ്ങിയതാണ്. ഒഴിവു സമയമെല്ലാം മകന്റെ കാറിനോടുള്ള അഭിരുചിക്ക് വേണ്ടി മാറ്റിവെക്കാൻ മാതാപിതാക്കൾ തീരുമാനിച്ചു. പിന്നീടുള്ള യാത്രയിലെല്ലാം കാണുന്ന കാറുകൾ രുദ്രാക്ഷിന് ഇവർ പറഞ്ഞു കൊടുത്തു. നൊടിയിടയിലായിരുന്നു കാറുകളുടെ പേരുകൾ രുദ്രാക്ഷ് മനസ്സിൽ കുറിച്ചത്. നാവിന് വഴങ്ങാത്ത വിദേശ ഇനം കാറുകളുടെ പേരുകൾ അനായാസം പറഞ്ഞു തുടങ്ങിയതോടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അപേക്ഷ നൽകിയത്.
3 മിനിറ്റ് 58 സെക്കൻഡ് കൊണ്ട് 102 കാറുകളുടെ പേരുകൾ പറഞ്ഞാണ് രുദ്രാക്ഷ് റെക്കോർഡ് കൈവരിച്ചത്. മകന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരം അവസരങ്ങൾ നേടിയെടുക്കാൻ ഏറെ ശ്രമങ്ങളാണ് വീട്ടുകാർ നടത്തിയത്. വെട്ടുകാട് കിൻഡർഗാർഡൻ സ്കൂളിൽ LKGയിൽ പഠിക്കുന്ന രുദ്രാക്ഷ് ഇപ്പോൾ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. 1.5 വയസ്സുള്ള റിദ്യാഡാണ് സഹോദരൻ. തനിക്ക് ലഭിച്ച നേട്ടത്തിന്റെ വലിപ്പമൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായില്ലെങ്കിലും ഇനിയും പുറത്തിറങ്ങാൻ പോകുന്ന കാറുകളെ കാത്തിരിക്കുകയാണ് രുദ്രാക്ഷ്. TCV ന്യൂസ്, പുതുക്കാട്. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ മണത്തലയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് സിംഗർ റോഡിൽ താമസിക്കുന്ന അറക്കാപ്പറമ്പിൽ വിശ്വൻ ശ്രീജ ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകിയ ബൈത്തുറമയുടെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ ഫൈസൽ കാനംപുള്ളി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ്, ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി KK ഹംസക്കുട്ടി, സലാല, KMCC തൃശൂർ ഡിസ്ട്രിക്ട് ചെയർമാൻ C ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് തേർലി അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ ശക്തമായ ജാഗ്രത അനിവാര്യമെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കടപ്പുറം അഞ്ചങ്ങാടിയിൽ ഖുറാൻ സ്റ്റഡി സെന്റർ നടത്തുന്ന റംസാൻ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതമൂല്യങ്ങളെ തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇതിനെതിരെ ഒന്നായി മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. CH റഷീദ് അധ്യക്ഷത വഹിച്ചു. TK അബ്ദുൽ സലാം, സൈനുൽ അബീദിൻ, ഹുദവി റമദാൻ, തെക്കരത്ത് കരീം ഹാജി, കബീർ ഫൈസി അകലാട് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പുരോഗതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൈപ്പിടിച്ചുയർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് സമീപം കാറും പിക്കപ്പും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ വെള്ളറക്കാട് സ്വദേശികളായ മോഹനൻ, വിനീത, മഹിത, 3.5 വയസ്സുള്ള ഇതൽ, പെട്ടിയോട്ടോ യാത്രക്കാരായ തമിഴ്നാട് സ്വദേശി നാഗരാജ്, മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. വേലൂർ മണിമലർക്കാവ് വേലയ്ക്കായുള്ള ക്ഷേത്ര കുതിര ഒരുങ്ങുന്നു. നിർമ്മാണം പൂർത്തിയാക്കി അശ്വതി നാളിൽ ദേശകുതിരയുടെ തല കൊളുത്തുന്നതോടെയാണ് വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തുടക്കമാകുന്നത്. മണിമലർക്കാവ് വേലയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് തിരിക്കുതിര. ക്ഷേത്രകുതിരയും വേലൂർ ദേശകുതിരയുമാണ് മണിമലർക്കാവ് കുതിരവേലയിലെ തിരിക്കുതിരകൾ. ശില്പഭംഗിയിലും വർണ്ണക്കാഴ്ചകളിലും വേറിട്ട് നിൽക്കുന്ന തിരിക്കുതിരകൾ തച്ചുശാസ്ത്രത്തിന്റെ മികവും ദേശത്തെ തച്ചന്മാരുടെയും പെരുമണ്ണാന്മാരുടെയും കരവിരുതും എടുത്തു കാണിക്കുന്നതാണ്. എല്ലാ വർഷവും തിരിക്കുതിരയെ ഒരുക്കുന്നത് ദേശത്തെ ആശാരിമാരാണ്. 30 അടിയിലധികം നീളമുള്ള 3 തേക്കിൻ തണ്ടിൽ 4 അടിയോളം ഉയരത്തിൽ കുതിരയെയും പടയാളികളെയും ചുറ്റി ഗോപുരവും അലങ്കാരങ്ങളുമുണ്ട്. ഇതിലാണ് കുതിരയെ ഘടിപ്പിക്കുന്നത്. എഴുന്നള്ളിപ്പിന്റെ സമയങ്ങളിൽ 2 അടിയോളം ഉയരത്തിൽ എഴുന്നേൽപ്പിച്ചു നിർത്താനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കുതിരക്കാലുകൾക്കും ചുറ്റുഗോപുരങ്ങൾക്കും ആടയാഭരണങ്ങൾക്കും നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളതാണ്. ചിത്രപ്പണി ചെയ്ത മരത്തിലുള്ള കുതിരത്തലയും ഏറെ ആകർഷണീയമാണ്. മുളം തണ്ടുകളിൽ കയർ ചുറ്റി നിർമ്മിച്ച കുതിരയുടെ ആകൃതിക്ക് പട്ടു ചുറ്റുന്നത് ദേശത്തെ അവകാശമുള്ള പെരുമണ്ണാന്മാരാണ്. നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും രൂപത്തിൽ മാറ്റം വരുത്താതെയാണ് വേലയിൽ കുതിരകളെ എഴുന്നള്ളിക്കുന്നത്. ഈ മാസം 3, 4, 5 തീയതികളിലാണ് വേലൂർ മണിമലർക്കാവ് കുതിരവേല. TCV ന്യൂസ്, എരുമപ്പെട്ടി. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് ഓട്ടോണമസ് കോളേജിന്റെ വാർഷികം ആഘോഷിച്ചു. വിമൽജിത്ത് പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോളി വടക്കൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആൻഡോ ചുങ്കത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള, PP സണ്ണി, PTA വൈസ് പ്രസിഡന്റ് റീമ സുമേഷ്, ഡോക്ടർ വിഷ്ണുരാജ്, ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സുധ ജോർജ് വളവി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫിൻഡോ റാഫേൽ, സ്റ്റുഡന്റ് കൌൺസിൽ ചെയർമാൻ M മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് മാഗസിൻ പ്രകാശനം ഡയറക്ടർ ഫാദർ ലിയോൺ ഇട്ടിയച്ചൻ നിർവഹിച്ചു. കുഞ്ഞുനാളിലെ ആയോധന കലയെ കൂടെ കൂട്ടിയ കോളേജ് വിദ്യാർത്ഥിനിക്ക് അഖിലേന്ത്യാ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല തിളക്കം. കയ്പമംഗലം ചളിങ്ങാട് താനത്തുപറമ്പിൽ ജലീൽ മുംതാസ് ദമ്പതികളുടെ മകളും
പി വെമ്പല്ലൂർ അസ്മാബി കോളേജിലെ BSc ഫിസിക്സ് 3ാം വർഷ വിദ്യാർത്ഥിനിയുമായ സാലിഹയാണ് ഉത്തർപ്രദേശ് ബറേലിയിലെ MJPR യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 66 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി നാടിന് അഭിമാന താരമായി മാറിയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18 മുതൽ 22 വരെയായിരുന്നു മത്സരം. ആത്മവിശ്വാസവും കഠിന പ്രയത്നവും പാരമ്പര്യവും ഇഴചേർന്ന കഥ തന്നെയുണ്ട് സാലിഹയുടെ ഈ നേട്ടത്തിന് പിന്നിൽ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സാലിഹ കായിക രംഗത്തേക്ക് കടന്നു വരുന്നത്. സ്കൂൾ പഠന കാലയളവിൽ നടത്തിയിരുന്ന എല്ലാ കായിക ഇനങ്ങളിലും വാശിയോടെ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ സാലിഹയ്ക്ക് വോളിബോൾ, കബഡി, ബാസ്കറ്റ്ബോൾ തുടങ്ങിയവയായിരുന്നു ഇഷ്ടപ്പെട്ട ഇനങ്ങൾ. +2വിന് ശേഷമായിരുന്നു റെസ്ലിംഗ്, ഗ്രാപ്ലിംഗ് തുടങ്ങിയ മാർഷ്യൽ ആർട്സിന്റെ ഭാഗമായ വ്യക്തിഗത ഗെയിംസ് ഇനങ്ങളിലേക്ക് തിരിഞ്ഞത്. ചേച്ചിയുടെ പാത പിന്തുടർന്ന് അനിയത്തി സ്വാതികയും പരിശീലനത്തിൽ കൂടിയതോടെ ആവേശം ഇരട്ടിച്ചു. ഇരിങ്ങാലക്കുട ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനിയായ സ്വാതികയുടെ സ്കൂളിൽ നടന്ന ഗ്രാപ്ലിംഗ് കോച്ചിംഗ് ക്യാമ്പിൽ നിന്നാണ് സാലിഹ ഇതിലേക്ക് കൂടുതൽ ആകൃഷ്ടയാകുന്നത്. ഇരിങ്ങാലക്കുട വല്ലക്കുന്നിലെ പരിശീലകനായ അജിത്തിന് കീഴിൽ മാർഷ്യൽ ആർട്സ് പഠിക്കാൻ പ്രേരണയായതും അനിയത്തിയാണ്. പിന്നീട് തുടർ പഠനത്തിനായി കുന്നംകുളം എരുമപ്പെട്ടിയിലെ പരിശീലന കേന്ദ്രത്തിൽ ചേർന്നു. വിഷ്ണു, റെജി, അജി എന്നിവരാണ് ഇപ്പോഴത്തെ പരിശീലകർ. കോഴിക്കോട് നടന്ന സംസ്ഥാനതല ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലും മധ്യപ്രദേശിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലും ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയ സാലിഹ കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന സംസ്ഥാനതല ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണ്ണ മെഡൽ നേട്ടവും കൈവരിച്ചു. കഴിഞ്ഞ വർഷം ഹരിയാനയിൽ നടന്ന GFI ഗ്രാപ്ലിംഗ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 2 വെള്ളി മെഡലും നേടിയതോടെ സാലിഹ എന്ന കായിക പ്രതിഭയുടെ തിളക്കമേറി. പെൺകുട്ടികൾ കടന്നുവരാൻ മടിക്കുന്ന ഗ്രാപ്ലിംഗ് പോലുള്ള ഗെയിംസ് ഇനങ്ങളിൽ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് സാലിഹയ്ക്ക് കരുത്തു പകരുന്നത്. ചെറുപ്പം തൊട്ടേ സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഒരുപാട് ഗെയിംസ് ചെയ്യുന്നുണ്ട്. പെങ്കേക്സിലകത്ത് ഗ്രാപ്ലിംഗ്, റെസ്ലിംഗ് പോലത്തെ ഗെയിംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പൊതുവെ ആൾക്കാർ കുറവാണ് കയറല്. പിന്നെ നമ്മൾ ഫാമിലി സപ്പോർട്ടും പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കയറി വരാനായിട്ട് നല്ലതായിരിക്കും. ഭാവിയിൽ പ്രതിരോധ സേനയിൽ അംഗമാകണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന സാലിഹ ജമ്മു കാശ്മീരിൽ നടക്കാനിരിക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലെ മെഡൽ പ്രതീക്ഷയിലാണ്. TCV ന്യൂസ്, കയ്പമംഗലം. അഹമ്മദാബാദിൽ വാഹനാപകടത്തിൽ മണലിത്തറ സ്വദേശി മരിച്ചു. മണലിത്തറ കോവിലിങ്കൽ 80 വയസ്സുള്ള ജനാർദ്ദനനാണ് മരിച്ചത്. ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മകനോടൊപ്പം ഏതാനും നാളുകളായി അഹമ്മദാബാദിലായിരുന്നു താമസം. മകന്റെ കുഞ്ഞിനെ ഡാൻസ് ക്ലാസ്സിൽ നിന്നും കൊണ്ടുവരാൻ ഇറങ്ങിയ ജനാർദ്ദനൻ അടുത്തുള്ള പാർക്കിലെ ബെഞ്ചിൽ ഇരിക്കുന്നതിനിടെ സമീപത്തെ റോഡിൽ നിന്നും നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. അടിയന്തരാവസ്ഥ രക്തസാക്ഷി രാജന്റെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ഊരകം സെന്ററിൽ അനുസ്മരണം നടത്തി. രക്തസാക്ഷി അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പൊതുയോഗം CPI-ML മാസ് ലൈൻ സംസ്ഥാന സെക്രട്ടറി PT ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. MP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TK മുകുന്ദൻ, ലിബറേഷൻ സംസ്ഥാന നേതാവ് കുഞ്ചുപിള്ള, RMPI ജില്ലാ സെക്രട്ടറി PJ മോൻസി, ബെന്നി കോടിയാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കവിതയ്ക്കും അപ്പുറം നമുക്ക് രക്തസാക്ഷികളെ അനുസ്മരിക്കാൻ മറ്റു വാക്കുകളില്ല. രാജൻ കൊടുങ്ങല്ലൂർ കാവിൽക്കടവിൽ വീട്ടിൽ പണം വെച്ച് ചീട്ടുകളിക്കുകയായിരുന്ന 8-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാവിൽക്കടവ് സ്വദേശികളായ ബിൻഡി, തമ്പി, ആന്റണി, പുല്ലൂറ്റ് സ്വദേശി അബ്ദുൽ ലത്തീഫ്, ശൃംഗപുരം സ്വദേശി സച്ചിദാനന്ദൻ, എറിയാട് സ്വദേശി റിജിത്ത്, മേത്തല അഞ്ചപ്പാലം സ്വദേശി ഗോപൻ, എറിയാട് പേബസാർ സ്വദേശി ഷമീർ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 68,030 രൂപ പിടിച്ചെടുത്തു. കൊടുങ്ങല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ KG സജിൽ, പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗോപേഷ്, സുമേഷ്, ബിനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് രാഹുൽ ടൈൽസ്, സാനിറ്ററീസ് ആൻഡ് ഗ്രാനൈറ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്രിസ്മസ് ന്യൂ ഇയർ സെയിലിന്റെ ബമ്പർ ലക്കി ഡ്രോ നറുക്കെടുപ്പ് നടന്നു. കോവിലകത്തുംപാടം ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഷോറൂം മാനേജർ വിനീഷ് ഭാഗ്യശാലികളെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പ് നിർവഹിച്ചു. നറുക്കെടുപ്പിൽ കണ്ണൻ പൊന്നൂക്കര 1-ാം സമ്മാനമായ ഹോണ്ട ആക്ടിവ സ്കൂട്ടറിന് അർഹനായി. 2-ാം സമ്മാനമായ LG ഡബിൾ ഡോർ ഫ്രിഡ്ജ് താണിക്കുളം സ്വദേശി വിഷ്ണുദാസിന് ലഭിച്ചു. 3-ാം സമ്മാനമായ LGയുടെ വാഷിംഗ് മെഷീന് പാട്ടുരായ്ക്കൽ സ്വദേശി KS രതീഷ് അർഹനായി. ഷോറൂം ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ നറുക്കെടുപ്പ് ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 1.5 പതിറ്റാണ്ടിലേറെ കാലമായി ജനങ്ങളുടെ വിശ്വസ്തത ആർജിച്ച സ്ഥാപനമായ രാഹുൽ ടൈൽസിൽ
കുറഞ്ഞ നിരക്കിൽ പ്രീമിയം വിട്രിഫൈഡ് ടൈലുകളുടെ വൻ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. 4x2 വിട്രിഫൈഡ് ടൈലുകൾ 32 രൂപ മുതലും 1600x800 ടൈലുകൾ 40 രൂപ മുതലും 6x4 മെഗാ സ്ലാബുകൾ 45 രൂപ മുതലും ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9946 666937. തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ കുംഭവേല ആഘോഷങ്ങൾക്ക് പോട്ടൂർ ദേശത്തിന്റെ രേവതി വേലയുടെ തുടക്കമായി. 7 ഗജവീരന്മാർ അണിനിരുന്ന രേവതി വേല എഴുന്നള്ളിപ്പിന് പാമ്പാടി രാജൻ കാവിലമ്മയുടെ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് കോങ്ങാട് മധു, ചെറുപ്പളശ്ശേരി ശിവൻ എന്നിവരും മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരും പ്രാമാണികത്വം വഹിച്ചു. തിങ്കളാഴ്ച കോലടി ദേശത്തിന്റെ അശ്വതിവേല നടക്കും. കുംഭവേലയുടെ സമാപന ദിവസമായ ചൊവ്വാഴ്ച മുളകുന്നത്തുകാവ് ദേശത്തിന്റെ ഭരണിവേലയും തിരൂർ ദേശത്തിന്റെ ഭരണിയൂട്ടും ഉണ്ടാകും. തുടർച്ചയായി 72 മണിക്കൂർ നട തുറന്ന് പൂജ ചടങ്ങുകളും വിശേഷാൽ പൂജകളും നടത്തുന്ന വളരെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്രം. മാതാപിതാക്കളെ അസഭ്യം പറഞ്ഞതിന് ചോദ്യം ചെയ്ത സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിലെ തുണിക്കടയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ എറിയാട് ചെളിയിൽ വീട്ടിൽ ഗിരീശനെ ഇരുമ്പുവടി കൊണ്ട് ആക്രമിച്ച അടവിലങ്ങ് കണിച്ചുകുന്നത്ത് വീട്ടിൽ ജോബിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിക്ക് സമീപത്തുള്ള ചായക്കടയിലുണ്ടായ വാക്കുതർക്കത്തിനിടെ ജോബ് ഗിരീശനെ ആക്രമിക്കുകയായിരുന്നു. കൊലപാതകം ഉൾപ്പെടെ 11 കേസുകളിൽ പ്രതിയാണ് ജോബെന്ന് പോലീസ് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർമാരായ KG സജിൽ, ബാബു, സെബി, ASI സുമേഷ് ബാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർ അനസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഭൂവിഭവങ്ങൾ കോർപ്പറേറ്റുകൾക്ക് ഊറ്റിയെടുക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായി കടൽ മണൽ ഖനനം നടത്താൻ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതു സർക്കാരിന് റോയൽറ്റി കിട്ടിയാൽ മതിയെന്ന് ഇടതു സർക്കാരിന്റെ നിലപാട് വഞ്ചനാപരമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് പറഞ്ഞു. മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ജനവിരുദ്ധ ബഡ്ജറ്റുകൾക്കെതിരെ ജനകീയ പ്രതിരോധം ചാവക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയോജകമണ്ഡലം പ്രസിഡന്റ് RP ബഷീർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ PK അബൂബക്കർ, MB ഷക്കീർ, PV ഉമ്മർ കുഞ്ഞി, C അഷ്റഫ്, KK ഹംസക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മഞ്ജുലാൽ തറയിൽ 57 വർഷം തല ഉയർത്തി നിന്ന ഗരുഡൻ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് പ്രൗഢിയായി. ഗജരാജൻ കേശവന്റെയും ഗജരത്നം പത്മനാഭന്റെയും പ്രതിമകൾക്ക് മധ്യത്തിലായി പുൽത്തകിടിയിൽ ക്ഷേത്രത്തിന് അഭിമുഖമായാണ് ഗരുഡപ്രതിമ സ്ഥാപിച്ചത്. ഗുരുവായൂർ ക്ഷേത്രനഗരിയുടെ മുഖമുദ്രയായിരുന്നു ചിറകുവിരിച്ച് പറക്കാൻ വെമ്പൽ കൊള്ളുന്ന സിമന്റിൽ തീർത്ത ഗരുഡപ്രതിമ. 1968 കോയമ്പത്തൂർ കൃഷ്ണൻ എന്ന ശില്പിയാണ് ഇത് നിർമ്മിച്ചത്. മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ കാലിനടിയിൽ പാമ്പിനെ വഹിക്കുന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഇതേക്കുറിച്ച് പല ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. ഇക്കാലമത്രയും ഗുരുവായൂരിന്റെ അടയാളപ്പെടുത്തലായും ഈ പ്രതിമ മാറി. കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകൾ വന്നതിനെ തുടർന്നാണ് ഇത് മാറ്റി വെങ്കലത്തിൽ തീർത്ത പുതിയ പ്രതിമ സ്ഥാപിച്ചത്. ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഈ പ്രതിമ ഉപേക്ഷിക്കാൻ ദേവസ്വം തയ്യാറാകാതിരുന്നതിനാലാണ് ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലേക്ക് മാറ്റിയത്. ഭക്തിയുടെ പരിവേഷമായ ഗരുഡപ്രതിമ സ്ഥാപിച്ചതോടെ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് ഭക്തി സാന്ദ്രതയേറി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കിഴക്കേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങുന്നവർക്ക് വലതുഭാഗത്ത് സ്വാഗതമോതുന്നത് ഈ പ്രതിമയാണ്. നേരത്തെ മുകളിലായിരുന്ന പ്രതിമ ഇപ്പോൾ താഴെയായതോടെ
കുട്ടികളടക്കമുള്ളവർ കൗതുകത്തോടെ പ്രതിമ തൊട്ടുതലോടാൻ എത്തുന്നുണ്ട്. അടുത്തുനിന്ന് സെൽഫി എടുക്കാനും തിരക്കായി. TCV ന്യൂസ്, ഗുരുവായൂർ. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ നേതൃത്വത്തിൽ വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ ആചരിച്ചു. തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ദിനാചരണം ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ SI KP ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ അധ്യക്ഷയായിരുന്നു. സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ, ദേവസൂര്യ യൂത്ത് ക്ലബ് പ്രസിഡന്റ് സ്റ്റീനോ അറക്കൽ, വനിതാവേദി ചെയർപേഴ്സൺ സജിത വിജയൻ, സീനിയർ സിറ്റിസൺ പ്രസിഡന്റ് വേണു ബ്രഹ്മകുളം, AA ദാസൻ, പ്രസിഡന്റ് റിജി വിളക്കാട്ടുപാടം എന്നിവർ സംസാരിച്ചു. ആരാരുമില്ലാതെ റോഡരികിൽ കഴിയുന്നവർക്ക് താങ്ങും തണലുമായി ജേക്കബ്. 30 വർഷത്തോളമായി പാലയൂർ ഇമാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതിയുടെ ജീവനാഡിയാണ് ഗുരുവായൂർ സ്വദേശിയായ ചിരിയംകണ്ടത്ത് ജേക്കബ്. ഇതിനോടകം 1000-ഓളം പേർക്കാണ് ജേക്കബ് താങ്ങും തണലുമായി മാറിയത്. അതാത് പ്രദേശത്തെ പോലീസ്, ജനപ്രതിനിധികൾ എന്നിവരുമായി കൂടിയാലോചനകൾക്ക് ശേഷമാണ് ആരാരുമില്ലാതെ റോഡരികിൽ കഴിയുന്നവരെ അവരുടെ സമ്മതത്തോടുകൂടി കാരുണ്യഭവനങ്ങളിലേക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത്. പാലയൂർ ഡോബിപ്പടി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അവശനിലയിൽ കഴിഞ്ഞിരുന്ന കണ്ണൂർ സ്വദേശി മാത്യുവിനെക്കുറിച്ച് ചാവക്കാട് നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൗൺസിലർ ഷാഹിന സലീമും മറ്റു നാട്ടുകാരും പറഞ്ഞാണ് ജേക്കബ് പറയുന്നത്. ഇയാളുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ ജേക്കബ് ജടപിടിച്ച് കിടന്നിരുന്ന മാത്യുവിനെ മുടിയും താടിയും വെട്ടി കുളിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അഞ്ഞൂർ ദിവ്യദർശൻ ആശ്രമത്തിലേക്ക് മാറ്റി. പഠിക്കുന്നതിന് ഇയാളെ കിട്ടിയത് അവിടുത്തെ കൗൺസിലറായിട്ട് ബന്ധപ്പെട്ട് അവരെ എടുത്തൊക്കെ ആയിട്ട് ജീവദർശൻ ആശ്രമത്തിലേക്ക് 500 കണക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ സുഖമായിട്ട് എനിക്ക് ജീവിക്കാം. വാർഡ് കൗൺസിലർ സ്ഥലത്തെത്തി ജേക്കബിനെ അനുമോദിക്കുകയും കാരുണ്യഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായ അനുമതി പത്രം കൈമാറുകയും ചെയ്തു. TCV ന്യൂസ്, ചാവക്കാട്. സമസ്ത കേരള വാര്യർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. തീർത്ഥം പബ്ലിക്കേഷൻസിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സംഗമം സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ B മുരളി ഉദ്ഘാടനം ചെയ്തു. സമാജം ഉത്തരമേഖലാ വൈസ് പ്രസിഡന്റ് TV ശ്രീനിവാസ വാര്യർ അധ്യക്ഷത വഹിച്ചു. സമാജം അംഗങ്ങളുടെ കൂട്ടായ്മയിൽ പ്രസിദ്ധീകരിച്ച അക്ഷരതീർത്ഥം കഥാസമാഹാരം ഡോക്ടർ P മുരളിയും, ശംഖുതീർത്ഥം എന്ന കവിതാ സമാഹാരം ഡോക്ടർ ഭാരതി കുഞ്ഞുകുട്ടനും, CV അച്യുതൻകുട്ടി വാര്യരുടെ നാരായണീയം, വൃത്താനുവൃത്തം, സ്വതന്ത്ര തർജിമ VV മുരളീധര വാര്യരും പ്രകാശനം ചെയ്തു. കേന്ദ്ര സെക്രട്ടറി TV രാധാകൃഷ്ണ വാര്യർ, K സുരേഷ് കുമാർ, MV ശ്രീധരൻ, KV മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സാഹിത്യവേദി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അല്ലെങ്കിൽ നമുക്ക് പരസ്പരം പങ്കിടാൻ കഴിയുന്ന സൗഹൃദത്തിനോട് രൂപം കൊടുക്കുന്ന ഇവരുടെ പെരുമ്പിലാവിൽ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് വളർത്തുനായ ചത്തു. കരിക്കാട് പറവൂർ സ്വദേശി വീട്ടുകഴി വീട്ടിൽ ശശികുമാറിന്റെ വീട്ടിലെ നായയാണ് ചത്തത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. നായയുടെ കരച്ചിൽ കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. തുടർന്ന് നോക്കിയപ്പോൾ കൂട്ടിൽ നിന്നും രാത്രി തുറന്നുവിട്ട നായ മൂർഖൻ പാമ്പിനെ വീടിനുള്ളിലേക്ക് കയറാൻ അനുവദിക്കാതെ തടയുകയായിരുന്നു. ഇതിനിടെ നായയ്ക്ക് പാമ്പിന്റെ കടിയേറ്റു. കടിയേറ്റ നായ ഉടൻ ചത്തു. പാമ്പ് സംരക്ഷകൻ രാജൻ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറി. ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയായ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ P ഉഷ അധ്യക്ഷത വഹിച്ചു. ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് ബിസിനസ് മീറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ശശി, കവി റഫീഖ് അഹമ്മദ്, സെക്രട്ടറി ഹനീനി M രാജ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ MV സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ ചെറുതന്നെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വേലൂർ മണിമലർക്കാവ് കുതിരവേലിയോടനുബന്ധിച്ച് ഗ്രാമകം നാടകോത്സവത്തിന്റെ പുസ്തകോത്സവം ആരംഭിച്ചു. ക്ഷേത്ര മൈതാനത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പൗലിയനിൽ നടക്കുന്ന പുസ്തകോത്സവം എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ C മഞ്ജു ഉദ്ഘാടനം ചെയ്തു. നാടകോത്സവം സംഘാടക സമിതി ചെയർമാൻ P കൃഷ്ണദാസ് അധ്യക്ഷനായി. വേലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, പുസ്തകോത്സവം ചെയർമാൻ VV വേണു, കൺവീനർ അതുല്യ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ആദ്യ വിൽപ്പന നടത്തി. മാർച്ച് 5-ാം തീയതി വരെയാണ് പുസ്തകോത്സവം നടക്കുന്നത്. പ്രശസ്തരായ എഴുത്തുകാരുടെയും പുതുമുഖ പ്രാദേശിക എഴുത്തുകാരുടെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പ്രദർശനത്തിലുണ്ട്.
വീടിനോട് ചേർന്നുള്ള കിണറിനുള്ളിൽ മണ്ണിടിയുന്നു. അടിത്തട്ടിളകുന്ന വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് ഒരു കുടുംബം. ചിറ്റിശ്ശേരി നടുവിൽ വീട്ടിൽ സുനിലും കുടുംബവുമാണ് ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത്. നെന്മണിക്കര പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക അനുവദിക്കാമെന്ന് പറഞ്ഞെങ്കിലും അടിത്തട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന 5 സെന്റ് സ്ഥലത്ത് എന്ത് ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലാണ് ഇവർ. 19 കോൽ താഴ്ചയുള്ള കിണർ വർഷങ്ങളായി ഇടിയുന്നുണ്ട്. കിണറിന്റെ ഉൾവശം ഇടിഞ്ഞിടിഞ്ഞ് വീടിന്റെ അടിഭാഗത്തേക്കും വ്യാപിച്ച നിലയിലാണ്. വീടിന്റെ അടുക്കളയും ഒരു മുറിയും വരാന്തയും ഏത് നിമിഷവും അടിത്തട്ടിളകി ഇടിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ്. അപസ്മാര രോഗിയായ സുനിൽ പണിക്കിടെ കിണറ്റിൽ വീണ് ഇടുപ്പിന് പരിക്കേറ്റ വർഷങ്ങളായി ചികിത്സയിലാണ്. സുനിലിന്റെ ഭാര്യ ദീപ ഓട്ടുകമ്പനി തൊഴിലാളിയാണ്. ആഴ്ചയിൽ 3 ദിവസം മാത്രം ജോലിയുള്ള ദീപയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവരുടെ കുടുംബം കഴിയുന്നത്. ഏത് നിമിഷം അത് ഫുള്ളായിട്ട് ഇടുകയും ഒരു മഴ വന്നു കഴിഞ്ഞാൽ തീരെ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതേപോലെ ചുറ്റും റൂമുകളിലേക്കും അടുക്കളയിലേക്കും ഫുള്ളും ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കാടി. ഞങ്ങൾക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ ഒരു പാകമില്ലാത്തൊരവസ്ഥയാണ്. വയസ്സായ ചേട്ടൻ്റെ അമ്മയും എൻ്റെ ഭർത്താവിനാണെങ്കിൽ അപസ്മാരം വന്ന് 20 കോൽ താഴ്ചയിലേക്കൊക്കെ വീണ് കിണർ ഈ എലിക്കാലത്തെ എല്ലാം ഒടിഞ്ഞ് ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക. വർഷങ്ങൾക്ക് മുൻപ് സഹകരണ ബാങ്കിൽ നിന്നെടുത്ത കടം കുടിശ്ശികയായി ജപ്തിയുടെ വക്കിലാണ് സുനിലും കുടുംബവും. വീട് വിറ്റ് കടം തീർക്കാമെന്ന് വെച്ചാൽ അടിത്തട്ടിളകി അപകടാവസ്ഥയിലായ സ്ഥലം വാങ്ങാൻ ആരും എത്തുന്നില്ല. സുനിലും ദീപയും അമ്മയും മകനും വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്ത സുനിലിന്റെ സഹോദരന്റെ മകനും ഈ വീട്ടിലാണ് കഴിയുന്നത്. കിണറിന്റെ അടിത്തട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വരാനിരിക്കുന്ന മഴക്കാലമാണ് ഇവരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നത്. മഴ ശക്തമായാൽ അടിത്തട്ട് ഇടിഞ്ഞു തുടങ്ങിയ വീട് ഏത് സമയവും തകരുമെന്ന സ്ഥിതിയാണ്. TCV ന്യൂസ്, പുതുക്കാട്. കോടാലി മുരുക്കുങ്ങൽ പെരുമ്പിള്ളിച്ചിറ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രം തന്ത്രിയും മുൻ ശബരിമല മേൽശാന്തിയുമായ അഴകത്ത് മനയ്ക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കുഴിയേലി നഗർണ മനയ്ക്കൽ നീലകണ്ഠൻ നമ്പൂതിരി, മംഗലത്ത് അഴകത്ത് മനയ്ക്കൽ വിഷ്ണു നമ്പൂതിരി എന്നിവർ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നിത്യപൂജ, പ്രാർത്ഥന, ദക്ഷിണ, അന്നദാനം, ദീപാരാധന, ശിങ്കാരിമേളം എന്നിവയുണ്ടായി. ക്ഷേത്രസമിതി ഭാരവാഹികളായ അജിത് കുമാർ കുറുവത്ത്, സെക്രട്ടറി ഗിരിജ സദാനന്ദൻ, ട്രഷറർ OV പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. ചേറ്റുവ മഹല്ല് ജമാഅത്ത് പള്ളിയിൽ സൗജന്യ ജീരകക്കഞ്ഞി വിതരണം തുടങ്ങി. ഏങ്ങണ്ടിയൂർ ചേറ്റുവ മഹല്ല് ജമാഅത്ത് പള്ളിക്ക് കീഴിലുള്ള ഏങ്ങണ്ടിയൂർ ഏത്തായി സിദ്ദിഖ് പള്ളി, ചേറ്റുവ മഹ്ലറ പള്ളി, നൂറുൽ മസ്ജിദ് നാലുമൂല, ചേറ്റുവ കിഴക്കമ്പുറം പള്ളി, ചേറ്റുവ കടവ് കൂടപ്പള്ളി എന്നീ പള്ളികളിലേക്ക് റമളാൻ 30 ദിവസവും ജീരകക്കഞ്ഞി വിതരണം ചെയ്യും. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ സൗജന്യമായി ജീരകക്കഞ്ഞി വിതരണം തുടരുമെന്ന് മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഹാജി, സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തുകായിൽ എന്നിവർ അറിയിച്ചു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ നൌഷാദ് കൊട്ടിലിങ്ങൽ, ES ഖാദർ, RP ജുനൈദ് തുടങ്ങിയവർ കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകി. അരിമ്പൂർ പഞ്ചായത്ത് ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടി ഗോവയിൽ നിന്നെത്തിയ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റിലെ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. അങ്കണവാടിയുടെ അടിസ്ഥാന വിവരങ്ങളും കുട്ടികളുടെയും ഗർഭിണികളുടെയും വിവരങ്ങളും വയോജന ക്ലബ്ബ്, AG ക്ലബ്ബ് എന്നിവയുടെ പ്രവർത്തനങ്ങളും സംഘം വിലയിരുത്തി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന 8 വോളണ്ടിയർമാരെ സംഘം അഭിനന്ദിച്ചു. A. നന്ദകുമാർ, TK രാമകൃഷ്ണൻ, KR സുകുമാരൻ, വാർഡ് മെമ്പറും അങ്കണവാടി അധ്യാപികയുമായ സലിജ സന്തോഷ്, മെമ്പർമാരായ ഷിമി ഗോപി, K. രാകേഷ്, കില പ്രതിനിധി ഹസ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെയും വിഷ്ണു ക്ഷേത്രത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നമസ്കാര മണ്ഡപത്തിലേക്ക് വേണ്ടതായ ദാരുശില്പങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. അഷ്ടദിക്പാലകരുടെയും ബ്രഹ്മാവിന്റെയും ദാരുശില്പങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ആഞ്ഞിലി മരത്തിലാണ് ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ശില്പി എളവള്ളി നന്ദനാണ് ദാരുശില്പങ്ങൾ നിർമ്മിച്ചത്. ശില്പനിർമ്മാണത്തിൽ വിനോദ് മാരായമംഗലം, നവീൻ, ജയന്തൻ, പ്രസാദ്, ജിത്തു സന്തോഷ്, ഹരി, സനീഷ് എന്നിവർ സഹായികളായി. തൃക്കാവ് ഈശ്വർ നിവാസിൽ ബാലകൃഷ്ണസ്വാമിയാണ് പ്രവൃത്തികൾ വഴിപാടായി സമർപ്പിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾക്ക് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരൻ, ക്ലർക്ക് ഗിരീഷ്, KP നാരായണ പിഷാരടി, T ചന്ദ്രശേഖരൻ, K മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, തിരൂർ തുഞ്ചൻ സ്മാരക മ്യൂസിയം തുടങ്ങി കേരളത്തിനകത്തും പുറത്തും നിരവധി ദാരുശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നന്ദൻ അന്തരിച്ച പ്രശസ്ത ദാരുശില്പി എളവള്ളി നാരായണൻ ആചാര്യയുടെയും പാറുകുട്ടിയുടെയും മകനാണ്.
ചന്ദ്രാപ്പിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ തണ്ണിമത്തൻ കൃഷി വിളവെടുത്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ, ഫാദർ ചെറിയാൻ മാളിയേക്കൽ, കൃഷി ഓഫീസർ KA മേഘ, കൃഷി അസിസ്റ്റന്റ് M വിനീത, കൈക്കാരന്മാരായ ജോൺസൺ പുലിക്കോട്ടിൽ, ഷെല്ലി ബ്രഹ്മകുളം തുടങ്ങിയവർ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം വിശുദ്ധ ഔസേപിതാവിന്റെ 149 മധ്യസ്ഥ തിരുനാളിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ലോഗോ പ്രകാശനം നിർവഹിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജോൺ O പുലിക്കോട്ടിൽ അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, മാനേജിംഗ് ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ വിൻസെന്റ് KJ, OJ ഷാജൻ, വിൽസൺ നീലങ്കാവിൽ, കുടുംബ കൂട്ടായ്മ കൺവീനർ സേവിയർ അറക്കൽ, ഭക്തസംഘടനാ കൺവീനർ സേവിയർ CB, PRO റാഫി നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറിയായി 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട PR പ്രമോദിനെ ചേർപ്പ് രാജീവ് ഗാന്ധി എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സെന്റർ അനുമോദിച്ചു. സഹകരണ ജനാധിപത്യ വേദി ചെയർമാൻ MK അബ്ദുൾ സലാം അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ സെന്റർ ചെയർമാൻ ഷെനിൽ പെരുവനം അധ്യക്ഷത വഹിച്ചു. പ്രവീൺ അഞ്ചേരി, CK ഭരതൻ, അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി, MM വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്ത് 9ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഷാഹു ഹാജി റോഡ് മുനക്കക്കടവ് സ്ലൂയിസ് കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സമീറ ഷെരീഫ്, പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ്, മുഹമ്മദ് PA ഗഫൂർ, പൊതുപ്രവർത്തകരായ PM ബീരു, PB ഷബീർ, CB ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിമ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സായാഹ്ന ധർണ നടത്തി. SC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മനോജ് മാനിന, വൈസ് പ്രസിഡന്റ് ലയ പ്രദീപ്, BJP അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മണി കല്ലാറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൻപടിയ തോന്നിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി വേലാഘോഷത്തിന്റെ ഭാഗമായി ഒരുമ ക്ലബ്ബ് അന്തിക്കാടൻ അക്കായി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദീപാലങ്കാരം സ്വിച്ച് ഓൺ ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് ഋഷികേശ് പണിക്കർ നിർവഹിച്ചു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് വേലയാഘോഷം. KR രഭീഷ്, സുനിൽ ചാലിയത്ത്, രാജൻ നെല്ലിപ്പറമ്പിൽ, പ്രഭുരാജ് കാരണത്ത്, സിലീഷ് കുറുവത്ത്, സുരേഷ് ചാലിയത്ത് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. പോർക്കുളം തിരുത്തിക്കാട് കുതിരവേല ആഘോഷിച്ചു. പോർക്കുളം തിരുത്തിക്കാട് കിഴക്കുമുറി ദേശക്കാരാണ് കുതിരവേല ആഘോഷത്തിൽ പങ്കെടുത്തത്. വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളുമായി എഴുന്നള്ളിപ്പുമുണ്ടായി. മലക്കപ്പറ മുക്കുമ്പുഴ കാടർ ഉന്നതിയിൽ സുബ്രഹ്മണ്യൻ എന്നയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാടർ ഉന്നതിയിലെ വസന്തനെയാണ് റിമാൻഡ് ചെയ്തത്. മലക്കപ്പാറ SHO HL സജീഷ്, സബ് ഇൻസ്പെക്ടർമാരായ ഹബീബ്, സുമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു, ശ്യാം എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,930 രൂപ, പവന് 63,440 രൂപ, വെള്ളി ഗ്രാമിന് 104 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,370 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കുണ്ടാടി പാടശേഖരത്തിൽ പന്നിപ്പടക്കം പൊട്ടി പശുക്കിടാവിന്റെ മുഖത്തിന് ഗുരുതര പരിക്കേറ്റു. പാടത്ത് മേയാൻ വിട്ട പശുക്കിടാവ് പന്നിപ്പടക്കത്തിൽ കടിക്കുകയായിരുന്നു. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം തടയുവാൻ പട്ടാണിക്കട മുതൽ ചേപ്പിലക്കോട് വരെയുള്ള ഭാഗത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടിക്ക് തുടക്കമായി. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 5 കിലോമീറ്റർ ദൂരം സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ പുനർനിർമ്മാണത്തിൽ വലിയ പിഴവുകളെന്ന് തീരദേശ സംരക്ഷണ സമിതി. 5 കോടി രൂപ ചെലവാക്കി നടത്തുന്ന പുനർനിർമ്മാണങ്ങൾക്ക് ഗുണനിലവാരമില്ലെന്നും തീരദേശ സംരക്ഷണ സമിതി. സംസ്ഥാനത്ത് റംസാൻ വ്രതത്തിന് തുടക്കമായി. ഇനിയുള്ള ഒരു മാസം പള്ളികളും വീടുകളും പ്രാർത്ഥനാ മുഖരിതം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് തുടക്കമായി. ഈ മാസം 10-ാം തീയതി ഗുരുവായൂർ ഉത്സവത്തിന് കൊടിയേറും.
ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.